അതിരപ്പള്ളിയിൽ കൂട്ടം തെറ്റി സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തെ സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. ആ ദൃശ്യങ്ങൾ. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി ചേർന്നത്. ആദിത്യൻ, എത്ര സമയം എടുത്തു ഈ ആനക്കുട്ടനെ രക്ഷിക്കാൻ? പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഈ ആനക്കുട്ടി ഈ പൊട്ടക്കിണറ്റിലേക്ക് വീണു എന്നാണ് സംശയിക്കുന്നത്. കാരണം 2 ദിവസമായി ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നതായി പ്രദേശത്തെ തോട്ടം തൊഴിലാളികൾ പറയുന്നുണ്ട്. അതിരപ്പള്ളി എസ്റ്റേറ്റിലെ, അതായത് എണ്ണപ്പുര തോട്ടങ്ങളിലെ 9ാമത്തെ ഡിവിഷനിലാണ്, ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഒരു ആളൊഴിഞ്ഞ കോട്ടയത്തിനടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് ഈ 1 മാസം പ്രായമുള്ള കാട്ടാനക്കുട്ടി വീണത്. അങ്ങനെ ആദ്യം വനംവകുപ്പിന്റെ സംഘമെത്തി, RRT സംഘമെത്തി രക്ഷാദൗത്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ആദ്യം സാധിച്ചിരുന്നില്ല. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനക്കുട്ടിയെ രക്ഷിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും ചെറിയ ചെറിയ കുഴികളും കിണറുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു അപകടമാണ് സംഭവിച്ചത്. ഇതിനു മുമ്പ് തുമ്പിക്കൈ മുറിഞ്ഞ ഒരു ആനക്കുട്ടിയെ കണ്ടെത്തിയതും ഇതേ മേഖലയിൽ തന്നെയാണ്. അത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. എന്തായാലും 2 ദിവസമായി ഈ കിണറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നതായി പ്രദേശത്തെ തോട്ടം തൊഴിലാളികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനിലയൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ RRT സംഘം ആനയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രതീഷ്, അതിരപ്പള്ളിയിലാണ് കൂട്ടം തെറ്റി സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തെ സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പനേരം പരിശ്രമിച്ച ശേഷമാണ് ആനക്കുട്ടിയെ രക്ഷിക്കാൻ വനവകുപ്പിന് കഴിഞ്ഞത്.